ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഞാനും എൻ്റെ രണ്ട് പെൺമക്കൾ എന്ന ഞങ്ങളുടെ ചാനൽ ഒരു മാസമായിട്ട് ഓഫാക്കിയിട്ടൊക്കെയായിരുന്നു. ഇന്ന് മുതൽ ഞങ്ങൾ അത് സ്റ്റാർട്ട് ചെയ്യില്ല മോളെ. ഞങ്ങൾ റോഡിൻ്റെ സൈഡിലാണ്. ഞങ്ങളെ ഗ്യാസും കുറ്റി കഴിഞ്ഞിരുന്നു. അപ്പോൾ അൽഹംദുലില്ലാ കഴിഞ്ഞപ്പോൾ ഞങ്ങളെ വണ്ടിക്കാരൻ ഇന്ന് വന്നിട്ടില്ല. എന്നിട്ട് ഞങ്ങളിന്ന് ഇടക്കര പോയി. അവിടെ ചെന്ന് ഞങ്ങൾ കുറ്റിമുണ്ട പോയി. ഒരു ഓട്ടോ ഡ്രൈവർ പാവട്ടോ, ആ കാക്കാൻ്റെ പേരും നമ്പറും പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും അൽഹംദുലില്ലാ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ എല്ലാ ഉദ്ദേശമൊക്കെ പൂർത്തിയാക്കി കൊടുക്കട്ടെ. കാരണം നമ്മൾ പറയാതെ തന്നെ എൻ്റെ കുറ്റി കൊണ്ടെങ്ങാണ്ട് മൂപ്പര് നിറച്ച് കൊണ്ടുവന്ന് എൻ്റെ വണ്ടിമ കൊണ്ടുവന്നെങ്ങാണ്ട് എൻ്റെ സ്കൂട്ടിൻ്റെ മുന്നിൽ വെച്ച് അത്രയ്ക്ക് മൂപ്പര് എന്നോട് ഒരു കരുണ കാട്ടിത്തന്നു കേട്ടോ. അൽഹംദുലില്ലാ. പക്ഷെ ഞാനങ്ങനെ പോകുമ്പോൾ അങ്ങനെയൊന്നും ആരും ചെയ്തു തരലില്ല. ഞാനെന്നെ ഒറ്റയ്ക്ക് ചെയ്യലായിരുന്നു. ഇന്ന് ഏതായാലും ഇല്ല കുഞ്ഞെ, ഏതായാലും ആ ഒരു ഓട്ടോ ഡ്രൈവർക്ക് ബിഗ് സല്യൂട്ട് ഉണ്ട് കേട്ടോ. ആരാന്നൊന്നും ഞങ്ങൾക്കറിയില്ല. എന്തായാലും ഇടയ്ക്കലുള്ളതാണ്. ഞാൻ മൂപ്പരെ പേരൊന്നും ചോദിച്ചിട്ടില്ല. അങ്ങനെ ഞങ്ങളെ കുറ്റിയും കൊണ്ട് ഞങ്ങളിപ്പോൾ നമ്മളെ നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ ഉപ്പട കുളത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. കുളത്തിൻ്റെ അവിടെയൊക്കെ നല്ല വൈബാണ് ഇല്ലേ കുഞ്ഞെ? എന്ത് സുഖാന്നറിയോ? അപ്പോൾ ആ ഒരു സുഖത്തിൽ ഞങ്ങളിങ്ങനെ ഇവിടെ ഇരിക്കുകയാണ്. പിന്നെ വേറെ വിശേഷം എന്താ? എല്ലാവർക്കും ഞങ്ങൾ റംസാൻ ഏതായാലും അൽഹംദുലില്ലാ വളരെ സന്തോഷത്തോടു കൂടി ആ ഒരു മാസം റബ്ബിൻ്റെ അനുഗ്രഹം കൊണ്ട് കഴിഞ്ഞ് കിട്ടിക്കുന്നതിന് കൂടുതലില്ല കുഞ്ഞെ. ഞങ്ങൾ പ്രതീക്ഷയിൽ നിന്നും കൂടുതലായിട്ട് റബ്ബിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്കുള്ള ഭക്ഷണ കിറ്റായിട്ടും ഡ്രസ്സായിട്ടും പൈസയായിട്ടും ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഈ റംസാൻ മാസത്തിൽ അൽഹംദുലില്ലാ. അത് തന്ന ഒരുപാട് വ്യക്തികളുണ്ട്. ഞങ്ങൾക്ക് പറയാൻ പറ്റാത്ത അത്രയും ആളുകൾ ഞങ്ങളെ സഹായിച്ച് സപ്പോർട്ട് ചെയ്തു. എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ ഇനി ഇൻഷാ അല്ലാഹ് പപ്പടവുമായിട്ട് ഇറങ്ങും. പപ്പടം എന്ന് പറഞ്ഞാൽ ചുങ്കത്ര പോയിട്ട് കുറച്ച് പപ്പടം വാങ്ങിയിട്ട് പാക്കാക്കിയാണ്ട് ഇറങ്ങും. കാരണം എൻ്റെ കമൻറ്റ് ബോക്സിൽ 2-3 ആൾക്കാർ വേണ്ടാത്ത കുറച്ച് മെസ്സേജൊക്കെ വിട്ടിരുന്നു. ഞാനത് ഡിലീറ്റ് ആക്കി കളഞ്ഞു. നമ്മൾ തിരിച്ച് റിപ്ലൈ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നതിൽ ഡിലീറ്റ് ആക്കി കളഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള ആളുകളോടാണ് പറയുന്നത്, ചുങ്കത്ര അണ്ടിക്കുന്നുമെന്ന് പോയിട്ട് പപ്പടം എടുത്തിട്ട് പാക്കാക്കിയിട്ട് ഞാൻ വരും. 20 രൂപേൻ്റെ പപ്പടം എല്ലാവരും വാങ്ങി സപ്പോർട്ട് ചെയ്യണം. ഞങ്ങൾ ഭക്ഷണമാണ്, എൻ്റെ കുട്ടികളുടെ ഭക്ഷണമാണ് അത്. പിന്നെ ഓരോന്ന് പറഞ്ഞങ്ങാണ്ട് വാങ്ങണ്ട, എണ്ണം കുറവാണെന്നൊക്കെ പറഞ്ഞങ്ങാണ്ട് തിരുത്താൻ എല്ലാവരും ഉണ്ടാവും. പക്ഷേ ഈ തിരുത്തുന്ന ആളുകൾക്ക് ചിന്തിക്കുക, തിരുത്തുന്ന ആളുകളും നമ്മളെക്കുറിച്ച് അപവാദങ്ങൾ പറയുന്നത് ചിന്തിക്കുക. നിങ്ങളാരും അല്ല എൻ്റെ കുട്ടികൾക്കുള്ള ഫുഡ് വാങ്ങിക്കൊടുക്കണം. ആയിട്ടുള്ള വയറ് നിറക്കാൻ വേണ്ടിയിട്ട് ഒരു നേരത്തെ ഭക്ഷണം വയറ് നിറച്ച് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനീ പോണത്. അതുകൊണ്ട് വരുന്ന ആൾക്കാരോട് മുസീബത്ത് പറയാതെ തവക്കലത്തെ ഉള്ള റബ്ബിനേക്ക് നല്ലോണം മനസ്സിന് കൊടുത്തോളി. ഒട്ടാപ്പൊരു വെയിലാണ് മക്കളെ. കണ്ടില്ല ലോകത്തിൻ്റെ അവസ്ഥ മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ഹൃദയത്തിനെ ശുദ്ധീകരിക്കുക, നന്മയോടുകൂടി പ്രവർത്തിക്കുക, ഞാനടക്കം. അപ്പോൾ വേറെ വിശേഷമൊന്നുമില്ലല്ലോ. ഞാൻ പപ്പടം കൊണ്ട് വരുമ്പോൾ ഞങ്ങളെ പപ്പടം കാണുമ്പോൾ വാങ്ങണേ, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ എന്ന് വിനയത്തിൻ്റെ ഭാഷയിൽ പറയൂ കുട്ടിയെ. അഭ്യർത്ഥിക്കുന്നു, ആശീർവദിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു ബിഗ് അസ്സലാമു അലൈക്കും.